വളരെ നന്നായിട്ട്. ഇറ്റ്സ് ആൻ എക്സലന്റ് മൂവി. നോ വേർഡ്സ്. കരഞ്ഞു പോയി സത്യം. അത്രത്തോളം എമോഷണലി കണക്ട് ചെയ്തോ? അവസാന സീനൊക്കെ ഭയങ്കര. രാജുവേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ പുള്ളി സമ്മതിക്കണം. ബിഗ് സാല്യൂട്ട്. പൃഥ്വിരാജിൻ്റെ വൺ മാൻ ഷോ. പൃഥ്വിരാജ് പീക്ഡ്. ഫാൻ ബോയസ്. പക്ഷേ ഇത് വേൾഡ് ക്ലാസ് മൂവിയാണ്. കാരണം വെച്ചാൽ ഇത് ഓസ്കാർ കിട്ടുന്ന മൂവിയാണ്. കാരണം ഇത് ലൈഫ് ഓൺ സ്ക്രീനാണ്. കാരണം വെച്ചാൽ പൃഥ്വിരാജിനകത്ത് ജീവിക്കുകയാണ്. പിന്നെ ഏറാമാൻ്റെ ബീജും എല്ലാം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കാരണം ശരിക്കും ഇത് കാണേണ്ട മൂവി അടിപൊളി മൂവിയാണ്. കാരണം വെച്ചാൽ കരഞ്ഞു കണ്ടാൽ ശരിക്കും സൂപ്പറാണ്. പൃഥ്വിരാജിൻ്റെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ കണ്ടത്. പ്ലസ് ചിത്രം. ഇത് പൃഥ്വിരാജിന് എന്താ പറയുക, പുള്ളിയുടെ ഡെഡിക്കേഷൻ, പുള്ളി ഈ സിനിമയ്ക്ക് ഇട്ടേക്കുന്ന ഡെഡിക്കേഷൻ, അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. സൂപ്പർ ഓട് വരുന്നത്. ഇതിന് ഒരു അവാർഡ് പ്രതീക്ഷിക്കാം എന്തായാലും. സിനിമ ഒന്നും പറയാനില്ല. മനസ്സിന് അത്രത്തോളം കണക്ട് ചെയ്യുന്ന ഉഗ്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രൻ ഒന്നും പറയാമല്ലോ. നല്ല ഇന്റർനാഷണൽ ലെവലുള്ള സിനിമ. ഇതുപോലെ സിനിമ മലയാള സിനിമയിൽ ഇത് വേറെ വന്നിട്ടില്ല. ഇതൊരിക്കലും വരാനും പോകില്ല. ഓക്കെ. ഉഗ്രൻ ഉഗ്രൻ സിനിമ. പ്ലസ് മാജിക്. അടിപൊളി സിനിമ. നല്ല ഓസ്കാർ അവാർഡ് കിട്ടും. പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സിനിമ കണ്ടു. യഥാർത്ഥ ജീവിതാവസ്ഥമാക്കിയ സിനിമയാണ്. നജീബ് എന്ന വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഒരു മരുഭൂമിയെ കഥാവസ്ഥമാക്കിയ ഗംഭീര ഇമോഷണൽസ് ആണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകേണ്ട കാര്യങ്ങൾ ഇന്ന് പെസഹ ദിവസമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ രീതിയിലും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആർക്കും സംഭവിച്ചു പോകാം ഇന്നത്തെ കാലത്ത്. ഒരു വേദന നിറഞ്ഞൊരു സംഭവമാണ്. ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു നായകക്കല്ലാണ്. പൃഥ്വിരാജ് സുകുമാരൻ ആറാടുകയാണ്. പിന്നെ ബ്ലസ്സിയുടെ മികച്ച ഡയറക്ഷനും പിന്നെ സ്റ്റെഫി സേവിയറിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. സിനിമയാണ്. ഭയങ്കര ഒന്നും പറയാനില്ല. ഇനി ഒന്നിന് മെച്ചാണ് സിനിമ. പൃഥ്വിരാജിന്റെ അഭിനയം ഭയങ്കര. ഒരാള് നല്ല നമുക്ക് എങ്ങനെ ജീവിക്കേണ്ട എലിറ്റായാലും പഠിക്കാനുള്ള ഒരു പാഠമായിട്ടാണ് ആ സിനിമയിൽ കാണുന്നത്. ഒന്നും പറയുന്നില്ല. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, സൂപ്പർ സിനിമ. ഭയങ്കരപ്പെട്ട സിനിമയാണ്. ഭയങ്കര പൃഥ്വിരാജ് പാറുകയാണ്. കണ്ടന്റ് പവർ ഒന്നും പറയാനില്ല. എന്ത് പറയാനൊന്നും അറിയുന്നില്ല. ഭയങ്കര സിനിമയാണ്. ഓക്കെ, ഹോ ഭയങ്കര എല്ലാവരും കാണേണ്ട സിനിമയാണ്. എൻ്റെ വ്യക്തിപരമായിട്ട് സൂപ്പറാണ്. അതിലൊന്നും വേശില്ല. സമയം പോയതറിയുന്നില്ല. ഭയങ്കര സിനിമ. നല്ല പടമായിരുന്നു. ഇന്റർനാഷണൽ ഭയങ്കര പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ ഭയങ്കര എല്ലാവരുടെ അഭിനയം നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കോ കിട്ടോ ഇല്ലയോ. പിന്നെ പുള്ളിക്കാരെ കുറേ അതായത് ഭയങ്കര ഫീലായി. പ്രതീക്ഷിക്കാം. അത്രയും നല്ല പടം. ഇത് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആവും. അത് നമുക്ക് ഭയങ്കര ഫീലാവും. അത്ര ഇമോഷണലി ഭയങ്കര. ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര കടിച്ചിലായിരുന്നു. ആ പടം കണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരു എല്ലും തോലും ഉള്ള ഒരു ബോഡി ആയിട്ട് മാറിയിട്ടുണ്ട്. അത് നല്ലൊരു എഫക്ട്, ഒരു ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അത്രയും ഒരു ഔട്ട്പുട്ടിലേക്ക് പൃഥ്വിരാജിന് വരാൻ പറ്റുക. എല്ലാം അടിപൊളിയായിരുന്നു. ഉണ്ട് 16 വർഷം കൊണ്ട് അവർ വർക്ക് ചെയ്ത എല്ലാം അതിൽ കാണാനുണ്ട്. ഇത് തൂക്കി അടിക്കും. ഇത് ഉറപ്പാണ്. ഒന്നും പറയാനില്ല. ട്രൂലി എപ്പിക് മൂവിയാണ്. പൃഥ്വിയുടെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. കണ്ടിറങ്ങുമ്പോൾ ഒരു കണ്ണ് നിറയും, അല്ലെങ്കിൽ മനസ്സിന് നേരം ഉണ്ടാവും. കയ്യിലൊരു കുപ്പി വെള്ളം കയറിക്കും. കാരണം ശരിക്കും നമുക്കൊരു ദാഹം തോന്നും അത് കാണുമ്പോൾ. ബ്ലസ്സിയുടെ 16 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. നാഷണൽ അവാർഡൊക്കെ ഇഫ് ഷോ. ബട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് ഓസ്കാർ വേർത്തിയായിട്ട് പോകണ്ടെന്ന് പറയണം. പൃഥ്വിരാജിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. ഒരു ഷോട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ഡ്രസ്സൊക്കെ അഴിക്കണം. അത് കാണുമ്പോൾ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു എൻ്റയർ ടീം. പൈസ ബ്ലസ്സി എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്ററിൻ്റെ 16 വർഷത്തെ കാത്തിരിപ്പാണ് ഈ പടം. ഹാറ്റ്സ് ഓഫ് ടു ദം. ഓഫ് കോഴ്സ് എത്ര കാശ് കൊടുത്താലും ഒന്നും പറയാനില്ല. നല്ല സിനിമ. പൃഥ്വിരാജിന് ഒരു ഓസ്കാർ ലെവൽ വരെ കിട്ടും. അത് അങ്ങോട്ട് പോട്ടെന്നാണ് ഞാൻ പറയുന്നത്. പൃഥ്വിരാജിനൊരു പൊൻകിരീടം തന്നെയാണ് ഈ സിനിമ. പിന്നെ സിനിമ കാണണം. നല്ല സിനിമയാണ്. നല്ല നമുക്ക് ഇമോഷൻ സോങ്സ് ഒക്കെ കുറേ ഉണ്ട്. നല്ലൊരു സിനിമ കാണണം എല്ലാവരും. രാജീവിക്ക
പെർഫോമൻസ് ഒക്കെ പൃഥ്വിരാജ് ഇതുപോലെ പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടോ പറ്റുന്നത്? ഡെഡിക്കേഷനുള്ള വർത്തായിട്ട് ഇതുപോലെ പടം ഇറങ്ങാനില്ല മലയാളത്തിൽ. എല്ലാവരും കാണണം. അതിന് തീർച്ചയായിട്ടും കാണണം, എല്ലാവരും കാണും. ഓക്കെ നോവലിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. പൃഥ്വിരാജ് സാറിൻ്റെ പെർഫോമൻസ് വളരെ നന്നായി ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ പരമാവധി നീതി പുലർത്തിയിട്ടുണ്ട് അദ്ദേഹം. താങ്ക് യു.